കഴിഞ്ഞ 2 മാസത്തിന് മുമ്പാണ് ആലപ്പുഴയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിൽപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന BJP പ്രവർത്തകനെ കൊന്നവരെ വധശിക്ഷയ്ക്ക് 15ഓളം വരുന്ന പ്രതികളെ വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാന കൊന്ന ആലപ്പുഴയിൽ തന്നെ ഷാന കൊലപ്പെടുത്തിയവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നുള്ള ഒരു അപ്പീൽ കൊടുത്തിരുന്നു. ആ അപ്പീല് കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇനി ജാമ്യം കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്ത് ഇരട്ട ഒരു നിയമം നടന്നു പോയിട്ട് കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെതിരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അത് നമ്മുടെ കോടതിയല്ലേ കോടതിയല്ലേ അവസാനത്തെ വാക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ കോടതിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് കോടതി ഒരു നിയമങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോരുത്തരെ ശിക്ഷിക്കുന്നതും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ